കേരളത്തിൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന രണ്ടാമത്തെ പ്രധാന ക്യാൻസറാണ് തൈറോയ്ഡ് ക്യാൻസർ. കഴുത്തിലെ മുഴയാണ് തൈറോയ്ഡ് ക്യാൻസറിന്റെ പ്രധാന ലക്ഷണം. അൾട്രാസൗണ്ട് സ്കാനിലൂടെ രോഗം കണ്ടെത്തുവാനും FNAC എന്ന നീഡിൽ ഉപയോഗിച്ചുള്ള കുത്തിപ്പരിശോധനയിലൂടെ രോഗം നിർണയിക്കുവാനും സാധിക്കും. ഡിഫറൻഷ്യേറ്റഡ് തൈറോയ്ഡ് ക്യാൻസർ ആണ് ഏറ്റവും കൂടുതലായി വരുന്ന തൈറോയ്ഡ് ക്യാൻസർ. അതിൽ തന്നെ പാപ്പിലറി തൈറോയ്ഡ് ക്യാൻസർ ആണ് സാധാരണ. പ്രായം തൈറോയ്ഡ് ക്യാൻസറിന്റെ പ്രധാന പ്രോഗ്നോസ്റ്റിക് ഫാക്ടറാണ്. അതായത് 55 വയസ്സിന് താഴെ ഈ ക്യാൻസർ ശരീരത്തിൽ എവിടെയൊക്കെ വ്യാപിച്ചാലും രണ്ടാമത്തെ സ്റ്റേജ് വരെ ആവുകയുള്ളൂ. കാരണം ആ അവസ്ഥയിൽ പോലും ബഹുഭൂരിപക്ഷം ആൾക്കാരിലും തൈറോയ്ഡ് ക്യാൻസർ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. ശസ്ത്രക്രിയയാണ് തൈറോയ്ഡ് ക്യാൻസറിന്റെ പ്രധാന ചികിത്സാ രീതി. ശസ്ത്രക്രിയകളുടെ കൂട്ടത്തിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ശസ്ത്രക്രിയയാണ് തൈറോയ്ഡ് ശസ്ത്രക്രിയ. എന്തുകൊണ്ടെന്നാൽ 4 ഞരമ്പുകളും അതും നമ്മുടെ സംസാരത്തിനെ സഹായിക്കുന്നതായി, 4 പാരാതൈറോയ്ഡ് ഗ്രന്ഥികളും അത് നമ്മുടെ ശരീരത്തിലെ കാൽഷ്യം ഹോമിയോസ്റ്റേസിസ് നിയന്ത്രിക്കുന്നവയാണ്. ശ്വാസം പോകുന്ന കുഴലും എല്ലാം തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് അത്യാധുനികമായ കീഹോൾ ശസ്ത്രക്രിയയിലൂടെ തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യാൻ സാധിക്കുന്നതാണ്. പെട്ടെന്ന് കാണാൻ പറ്റാത്ത കക്ഷം, നെഞ്ച് എന്നീ ഭാഗങ്ങളിൽ 1 സെന്റിമീറ്ററും 5 മില്ലിമീറ്ററും വലിപ്പമുള്ള ചെറിയ മുറിവുകൾ ഉണ്ടാക്കി സൂക്ഷ്മമായ ഉപകരണങ്ങൾ പ്രവേശിപ്പിച്ച് അതിലൂടെ തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ രീതിയാണിത്. ഈ രീതിയിലൂടെ കഴുത്തിൽ വരുന്ന മുറിപ്പാടുകൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ സാധിക്കും. ശസ്ത്രക്രിയയ്ക്ക് ശേഷം തൈറോക്സിൻ എന്ന മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരാം. ചില ആൾക്കാരിൽ താൽക്കാലികമായെങ്കിലും കാൽഷ്യം ഗുളികകളും വേണ്ടിവരും. വളരെ അപൂർവമായി ജീവിതകാലം മുഴുവൻ തന്നെയും കാൽഷ്യം ഗുളികകളും കഴിക്കേണ്ടി വരാം. തൈറോയിഡിന് പുറത്തേക്കോ കഴലകളിലേക്കോ അസുഖം വ്യാപിച്ചവരിൽ റേഡിയോ അയഡിൻ സ്കാനും റേഡിയോ അയഡിൻ ട്രീറ്റ്മെന്റും വേണ്ടിവരാം. ഇത് മരുന്നുപയോഗിച്ചുള്ള ഒരു തരം റേഡിയേഷൻ ട്രീറ്റ്മെന്റ് ആണ്. ഈ മരുന്ന് എടുത്തതിന് ശേഷം 1-2 ദിവസം ശരീരത്തിലെ റേഡിയോ ആക്ടിവിറ്റി പൂർണ്ണമായും മാറുന്നതുവരെ രോഗി മറ്റുള്ളവരുടെ സമ്പർക്കത്തിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ്. അതുപോലെ തന്നെ കുട്ടികളുമായും ഗർഭിണികളായും ബന്ധപ്പെടുവാനും പാടുള്ളതല്ല. ചികിത്സാനന്തരം രോഗികൾ ഫോളോ അപ്പിൽ ഇരിക്കേണ്ടതാണ്. തൈറോയ്ഡ് ക്യാൻസർ തിരിച്ചു വരുന്നുണ്ടോ എന്ന് അറിയുന്നതിനായി തൈറോഗ്ലോബുലിൻ എന്ന ടെസ്റ്റ് രക്തത്തിൽ പരിശോധിച്ചു നോക്കുന്നതാണ്. തൈറോയിഡിൽ വരുന്ന ബഹുഭൂരിപക്ഷം മുഴകളും ക്യാൻസർ അല്ലാത്ത മുഴകളാണ്. ഇനി ക്യാൻസർ ആണെങ്കിൽ തന്നെയും ബഹുഭൂരിപക്ഷം തൈറോയ്ഡ് ക്യാൻസറുകളും പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. കൃത്യമായ സമയത്ത് തന്നെ ഡോക്ടറെ സമീപിക്കുകയും ചികിത്സ തേടുകയും ചെയ്താൽ.